പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദിറിലാണ്. എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ജന്തർ മന്ദിറിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ, അവിടെ വലിയൊരു സമരമുഖം തുറന്നിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. CJP എന്ന ഒരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും ചേർന്നുള്ള ഒരു പുതിയ സമരമുഖം ജന്തർ മന്ദിറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുകയാണ്. എന്താണ് CJP? രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെക്കുറിച്ച് സുപ്രീം കോടതി ജഡ്ജിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പാറ്റകൾ എന്ന് വിളിക്കുന്ന കോക്രോച്ച് പരാമർശത്തിൽ നിന്നാണ് CJP എന്ന മുന്നേറ്റത്തിന് രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കളെക്കുറിച്ച് സുപ്രീം കോടതിയുടെ ഈ പരാമർശത്തിനെതിരെ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവാണ് ഒരു പരിഹാസ രൂപേണ ഈ പേരിൽ ഒരു ഓൺലൈൻ ക്യാമ്പയിൻ തുടക്കമിടുന്നത്. ഈ ക്യാമ്പയിൻ തുടങ്ങിയതിന് ശേഷം വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറിയത്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതിയും പ്രധാന വിഷയമാക്കി എടുത്തുകൊണ്ടാണ് രാജ്യത്തെ യുവാക്കൾ ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയിരിക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നടത്തുന്ന നീറ്റ് പരീക്ഷകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പരീക്ഷകളുടെയും സുതാര്യത ഉറപ്പാക്കുക, പരീക്ഷയിലെ ക്രമക്കേടുകൾ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികൾക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുക, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ നടത്തുന്ന മുഴുവൻ പരീക്ഷകളുടെയും സുതാര്യത ഉറപ്പുവരുത്താൻ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കർശനമായ നിയമനിർമ്മാണം നടത്തുക, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക. പ്രധാനപ്പെട്ട കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്യത്തെ വിദ്യാർത്ഥികളും യുവസമൂഹവും ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ സമരമുഖത്തിൻ്റെ അലമാലകൾ തീർത്തുകൊണ്ടിരിക്കുന്നത്. രാജ്യം വിദ്യാർത്ഥികൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ പങ്കാളികളാകുമ്പോൾ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ട കേന്ദ്ര ഭരണകൂടം അവരുടെ മർദ്ദനമുറകൾ കൊണ്ട് ഈ മുന്നേറ്റത്തിൽ നിന്നും ഈ സമരമുഖത്തു നിന്നും വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. സമരമുഖത്ത് ഉറച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത്, അവരോട് ഐക്യപ്പെടുക എന്നുള്ളത് ഓരോ രാജ്യസ്നേഹികളുടെയും ബാധ്യതയാണ്. ആ വിദ്യാർത്ഥികളുടെ സമരം വിജയിക്കേണ്ടതായിട്ടുണ്ട്. ജന്തർ മന്ദിറിൽ സമരം നടത്തുന്ന യുവസമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് അവരുടെ സമരം ലക്ഷ്യസ്ഥാനത്ത് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.